Tusser Silk collections ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ബാംബൂ Tusser Silk sarees വരുന്നുണ്ട്, സെമി ടെസറിൽ വരുന്ന സാരീസും വരുന്നുണ്ട്. ഡിഫറെൻറ്റ് വീവ് പാറ്റേണിലാണ് സാരീസ് വരുന്നത്. സ്വീക്വൻസ് വർക്കിൽ വരുന്നുണ്ട്, സെൽഫ് ത്രെഡ് വുവൻ ഡിസൈൻസിലും വരുന്നുണ്ട് സാരീസ്. നല്ല കളർ കോമ്പിനേഷൻസിലാണ് എല്ലാ സാരീസും വരുന്നത്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ക്ലൗഡ് ഡിസൈൻസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെബിൻ ഷഫി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9947135468 വാട്സാപ്പ് നമ്പർ. വീഡിയോ കാണാം. ഇന്നത്തെ ബാംബൂ Tusser Silk സാരീസിൽ ഫസ്റ്റ് കളർ വരുന്നത് ഗ്രേപ്പ് വൈൻ പേർപ്പിൾ ആണ്. ഗ്രേപ്പ് വൈൻ പേർപ്പിളിൽ ത്രൂ ഔട്ട് ദ ബോഡി ത്രെഡ് വർക്ക് വന്നിട്ട് അതിൽ സ്വീക്വൻസ് വർക്കാണ് വരുന്നത്. സെമി ബാംബൂ ടെസർ ആട്ടോ. പ്യുവർ ബാംബൂ വരുമ്പോൾ ഒരു 4500 റേഞ്ചിൽ വരുന്നതാണ്. സെമിയാണ് വരുന്നത്. പക്ഷേ ആ സെയിം ആ ഒരു ടെക്സ്ചറും ഫീലും എല്ലാം അത് തന്നെയാണ് വരുന്നത് സാരിക്ക്. നല്ല കോമ്പിനേഷൻസിലാണ് എല്ലാ സാരീസും വരുന്നത്. ഇതാണ് ത്രെഡ് വർക്ക് വരുന്ന സാരിയിൽ. ലോവർ ബോർഡറിൽ ഫുൾ ജോമെട്രിക്കൽ പാറ്റേണിലുള്ള ത്രെഡ് വീവ് വരുന്ന സാരിയിൽ അതിലൊരു സ്മോൾ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. അത് പക്ഷേ ഒട്ടും ഇങ്ങനെ ഗ്ലോസി അല്ല കേട്ടോ, ഒരു മാറ്റ് സ്വീക്വൻസ് വർക്കാണ് വരുന്നത്. അപ്പോൾ ബോർഡർ വരുമ്പോൾ പ്ലെയിൻ ആട്ടോ വരുന്നത്. ലോവറിലാണ് ഫുൾ വർക്ക് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ പീറ്റ്സിൻ്റെ താഴെ കംപ്ലീറ്റ് വർക്കാണ് വരുന്നത്. ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഫുൾ ബോഡി സെയിം കളർ കോമ്പിനേഷനിൽ മുന്താണി വരുമ്പോൾ മാത്രം കോൺട്രാസ്റ്റാണ് വരുന്നത് സാരിക്ക്. ഒരു ഗീച്ച വുവൺ പാറ്റേണിലാണ് സാരിക്ക് മുന്താണി വരുന്നത്. മുന്താണിയിലും സ്വീക്വൻസ് വർക്കിൻ്റെ ഒരു വി പാറ്റേൺസാണ് വരുന്നത് സാരിയിൽ. ഇതിന് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും സെയിം ടോണിൽ തന്നെ. ഗ്രേപ്പ് വൈൻ പേർപ്പിളിൽ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് ഡ്യുവൽ ടോണിലാണ് സാരി വരുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ ഒരു ടോണിൽ നോക്കുമ്പോൾ ഒരു പിങ്ക് ടോണും വരുന്നുണ്ട്, ബ്ലൂ ആണ് നേരിട്ട് നോക്കുമ്പോൾ വരുന്നത്. ഡ്യുവൽ ഷെയ്ഡിലാണ് വരുന്ന സാരി. ബോർഡർ ഇല്ല കേട്ടോ, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡറാണ് വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ അതിൽ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും വരും സാരിക്ക്. സെയിം പാറ്റേൺ തന്നെയാണ്. സെമി ബാംബു ആണ് ഫാബ്രിക് വരുന്നത്. ഇതാണ് കേട്ടോ, ഒരു ഡയമണ്ട് പാറ്റേണിലാണ് ത്രെഡ് വ്യൂ വരുന്നത്. അതിലാണ് സ്വീക്വൻസ് വർക്ക് വരുന്നത്. ലോവർ ഏരിയയിൽ ഫുൾ സാരി ഒരു പാറ്റേണിൽ വരും. മുന്താണി വരുന്നത് ഈ ഒരു ഇതിലാണ്, ഗീച്ച വുവൺ പാറ്റേണിലാണ്. ത്രെഡ് വുവൺ സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട്. അതിൻ്റെ മിഡിൽ ഏരിയ വരുന്നത് ഗീച്ചയിലാണ്. റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. സെയിം ടോണിൽ പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് നല്ലൊരു ഷെയ്ഡാണ്. ഒരു പിങ്കും ഡാർക്ക് മൗവും കൂടി ചേർന്ന് വരുന്ന ഒരു ബ്ലെൻഡഡ് കളറിലാണ് സാരി വരുന്നത്. ബാംബൂ ടെസറാണ് ഫാബ്രിക്. വിത്തൗട്ട് ബോർഡറാണ്. വി പാറ്റേൺ എല്ലാം സെയിം തന്നെ കേട്ടോ. ലോവർ ഏരിയ വരുമ്പോൾ സെയിം ടോണിൽ തന്നെ ഡാർക്ക് മൗ ടോണിൽ തന്നെയാണ്. ഡയമണ്ട് പാറ്റേണിലുള്ള വീവ് ഡിസൈൻസും അതിലും ഒരു മാറ്റ് സിൽവർ വർക്കും വരുന്നുണ്ട്. ലോ പോർഷൻ ഈ ഒരു ഇതിലായിരിക്കും വരുന്നത്. പല്ലു ത്രെഡ് വീവ് പാറ്റേൺസ് വന്നിട്ട് ഗീച്ച വുവൺ പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസാണ്. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഒരു റെയർ ഷെയ്ഡാണ് നെക്സ്റ്റ് സാരി വരുന്നത്. കറക്റ്റ് ഒരു എക്സാക്റ്റ് കളർ പറയാനില്ല കേട്ടോ. ഒരു ലൈറ്റ് ലാവൻഡറും പിങ്കും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളറാണ്. നല്ലൊരു പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് സാരിക്ക്. ബോർഡറുള്ള സ്റ്റൈലായിരിക്കും സാരി. ത്രൂ ഔട്ട് ദ ബോഡി ത്രെഡ് വീവിലായിരിക്കും. ലോവർ ഏരിയ വരുന്നത് ത്രെഡ് വീവിലാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ക്ലോസർ വ്യൂ വരാത്തത്. ഡയമണ്ട് പാറ്റേണിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അതിൽ സ്വീക്വൻസ് വർക്കിൻ്റെ പാറ്റേൺസാണ് വരുന്നത് സാരിയുടെ ബോഡി. പല്ലു പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്കിഷ് ഗ്രീൻ ആണ്. ഡീപ്പ് ഗ്രീൻ ആണ്. പക്ഷേ ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നുമല്ലോ, ഒരു ലോങ് വ്യൂവിൽ ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നും. ഗ്രീനിഷ് ബ്ലാക്ക് ആണ് സാരിയുടെ കളർ. പ്ലെയിൻ ആയിരിക്കും ബോഡി വരുന്നത്. അപ്പോൾ ബോർഡർ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവറിലായിരിക്കും എല്ലാ സാരീസിനും ജോമെട്രിക്കൽ എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വീവ് പാറ്റേൺസും വരുന്നുണ്ട്. അതിൽ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. സാരി മുന്താണിയും സെയിം പാറ്റേണിൽ തന്നെയാണ്. ഗീച്ച വുവൺ പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത് സാരിക്ക്. ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ മസ്റ്റേർഡ് 3 കളറും ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ് സാരിയുടെ ബോഡി വരുന്നത്. സെമി ബാംബൂ ടെസറാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. ബോർഡറുള്ള സ്റ്റൈലാണ് സാരി. ത്രൂ ഔട്ട് ദ ബോഡി പ്ലെയിൻ വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ ത്രെഡ് വീവ് പാറ്റേണിലാണ് വരുന്നത്. ഒരു ഡയമണ്ട് പാറ്റേൺ ജോമെട്രിക്കൽ ഡിസൈനിലാണ് ത്രെഡ് വീവ് വരുന്നത്. അതിൽ സിൽവർ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പല്ലു വരുന്നത് ഗീച്ച വുവൺ പാറ്റേണിലായിരിക്കും പല്ലു. പല്ലുലും ത്രെഡ് വീവ് ആൻഡ് സ്വീക്വൻസ് വർക്കാണ് പല്ലുലും വരുന്നത്. റണ്ണിങ് പ്ലെയിൻ ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഒരു ലൈറ്റ് പീച്ചാണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാരി വരുന്നത് ഡാർക്ക് പീച്ചാണ്. പീച്ചിന് തന്നെ 2 ടോണാണ് വരുന്നത് അടുത്തടുത്ത്. പാറ്റേൺ എല്ലാം സെയിം തന്നെയായിരിക്കും. വിത്തൗട്ട് ബോർഡറാണ് സാരി. ബാംബൂ Tusser Silk ആണ് ഫാബ്രിക് വരുന്നത്. പീച്ച് ഷെയ്ഡിൽ തന്നെയാണ് വി പാറ്റേൺസ് വരുന്നത് സാരിയുടെ ബോഡിയിൽ. ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ വീഡിയോയിൽ. ലോങ്ങർ വ്യൂവിൽ ഫുൾ ഡയമണ്ട് പാറ്റേണിലുള്ള വ്യൂ ഡിസൈൻസ് വന്നിട്ട് അതിൽ സ്വീക്വൻസ് വർക്ക് ആയിരിക്കും ലോവർ ഏരിയ വരുന്നത്. പക്ഷെ ഒട്ടും പ്രോമിനൻ്റ് അല്ല. സെയിം ടോണിൽ തന്നെയുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടും പ്രോമിനൻസി ഇല്ല വർക്കിന്. നല്ലൊരു എലഗൻ ലുക്കാ സാരീസിന് വരുന്നത്. നമുക്ക് ഫംഗ്ഷനെല്ലാം വെയർ ചെയ്യാം. മുന്താണി വരുന്നതും സെയിം കളറിൽ തന്നെയുള്ള ത്രെഡ് വ്യൂ വന്നിട്ട് അതിൽ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. സെൻറ്റർ പോർഷൻ വരുമ്പോൾ ഗീച്ച വുവൺ പാറ്റേണിലായിരിക്കും പല്ലു. സെയിം ടോണിൽ തന്നെ റണ്ണിങ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ ഡാർക്ക് പീച്ചാണ് വരുന്നത്. ഡാർക്ക് പീച്ച് എന്ന് പറഞ്ഞാലും പേസ്റ്റൽ ഷെയ്ഡ് തന്നെ കേട്ടോ. ഇതിന് മുൻപ് കാണിച്ചത് ലൈറ്റ് ടോൺ ആയതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് പീച്ച് എന്ന് പറയുന്നത്. നോർമൽ കളറിൽ വരുമ്പോൾ ഒരു നല്ലൊരു കളറിലാണ് സാരി വരുന്നത്.
സെയിം ടോണിൽ തന്നെയാണ് ത്രെഡ് വീവ് വരുന്നത് സാരിയുടെ ബോഡിയിൽ. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ത്രെഡ് വീവ് പാറ്റേണും അതിൽ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയി. സാരി വരുന്നത് പ്ലെയിൻ ആണ്, ലോവർ ഏരിയ മാത്രമാണ് വർക്ക് വരുന്നത്. പല്ലു, ബ്ലൗസ്. ഡാർക്ക് ബർഗണ്ടിയാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു പേർപ്പിൾ മിക്സ് ആയിട്ട് വരുന്ന ബർഗണ്ടി ടോണാണ്. നല്ല കളറാട്ടോ. ത്രൂ ഔട്ട് ദ ബോഡി സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ സെയിം ആ ഒരു ബർഗണ്ടി ടോണിൽ തന്നെയാണ് വീവ് പാറ്റേൺസ് വരുന്നത്. ഡയമണ്ട് പാറ്റേണിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അതിൽ സ്വീക്വൻസ് വർക്ക് ആയിരിക്കും വരുന്നത്. പല്ലു, ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസ് ആണ്. വാടാമുല്ല കളറിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. പേർഷ്യൻ റോസ് സെയിം പാറ്റേൺ തന്നെ കേട്ടോ സാരി വരുന്നത്. പ്ലെയിൻ ബോഡി വന്നിട്ട് വാടാമുല്ല കളറിൽ തന്നെയാണ് ത്രെഡ് വ്യൂ പാറ്റേണും അതിൽ സ്വീക്വൻസ് വർക്ക് വരുന്നത്. ലോവർ പാർട്ടിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. മുന്താണിയും സെയിം പാറ്റേണിൽ തന്നെ. പിന്നെ സാരിയുടെ പല്ലു വരുന്നത് പ്ലെയിൻ ആണ്. ബ്ലൗസ് ലൈലാക്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ടസർ സിൽക്ക് സാരി വരുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. ഫുൾ ബോഡി പ്ലെയിൻ വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ ലൈലാക്ക് ടോണിൽ തന്നെയാണ് ത്രെഡ് വ്യൂ പാറ്റേൺസ് വരുന്നത്. ഡയമണ്ട് പാറ്റേണിലാണ് വൂവൺ ഡിസൈൻസ് വരുന്നത്. അതിലും സ്വീക്വൻസ് വർക്കാണ് സാരിക്ക് വരുന്നത്. മുന്താണി വരുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ്. ഗീച്ച വൂവൺ പാറ്റേണിലായിരിക്കും പല്ലു. ലൈലാക്ക് ഷെയ്ഡിലാണ് പ്ലെയിൻ ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നതും ഒരു ടിൻറ്റഡ് പീച്ചാണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഒരു ക്രീമി പീച്ച് അതാണ് ടോൺ വരുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. പ്ലെയിൻ ബോഡി വന്നിട്ട് സെയിം ലൈറ്റ് പീച്ചിലുള്ള ത്രെഡ് വർക്കാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ ത്രെഡ് വൂവൺ പാറ്റേണിലായിരിക്കും. മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് അടുത്ത സെമി ടസർ സിൽക്ക് സാരി വരുന്നത്. ഇതിൽ ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. വി പാറ്റേണിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കാം. സെയിം ടോണിൽ തന്നെ ഡാർക്ക് വയലറ്റ് തന്നെയാണ് ത്രെഡ് വി പാറ്റേൺസ് വരുന്നത് സാരിയുടെ ബോഡി. ഫുൾ ബോഡിയും ഈ ഒരു പാറ്റേണാണ്. ക്ലോസ് റിവ്യൂ ഇങ്ങനെ വരിക. ഇതും ഒരു ജോമെട്രിക്കൽ ഡിസൈൻ തന്നെയാണ്. സ്ക്വയർ പാറ്റേൺസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു മെഷ് പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ കേട്ടോ. ക്ലോസ് റിവ്യൂ വരുമ്പോൾ ഫുൾ ഒരു സ്ക്വയർ വ്യൂ ആണ് വരുന്നത്. എൻ്റെ ഒരു സാരിയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുൾ ത്രെഡ് വൂവൺ പാറ്റേണിലാണ് സാരി വരുന്നത്. നല്ലൊരു കളറുമാണ്. ഡാർക്ക് വയലറ്റ് ആണ്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡറാണ്. പക്ഷേ ത്രൂ ഔട്ട് ദ ബോഡി നല്ല റിച്ച് ആയിട്ടുള്ള ഈ ത്രെഡ് വി പാറ്റേണാണ് വരുന്നത്. മുന്താണി വരുമ്പോൾ സ്വീക്വൻസ് വർക്കിൽ ത്രെഡ് വൂവൺ പാറ്റേണിലായിരിക്കും സാരിക്ക് പല്ലു വരുന്നത്. ഒരു ലൈൻസ് സിമ്പിൾ ഒരു ലൈനാണ് പോയിട്ടുള്ളത്. അതിൽ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. വാട്ടർ ബോർഡ് സ്വീക്വൻസ് ആയിരിക്കും വരുന്നത്. മുന്താണിയിലുള്ള ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള അതേ ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. വി പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ലാവൻഡറിലും ഒരു ടോൺ ഡാർക്കർ ആയിട്ടാണ് ഇതിൽ ത്രെഡ് വി പാറ്റേൺസ് വരുന്നത് കേട്ടോ. ഇതിലൊരു 4 സ്ക്വയർ ബ്ലോക്സിൻ്റെ ഗ്രിഡാണ് ഓരോ പാറ്റേണും വരുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ സാരിയിൽ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് അത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനത്. ഒരു ഗ്രിഡിൽ 4 ബ്ലോക്കാണ് വരുന്നത്. അതിൽ 4 ഇൻഡിപെൻഡൻറ്റ് ഡിസൈൻസാണ് വരുന്നത്. ഓരോ സാരിക്കും 4 ഡിഫറെൻറ്റ് വി പാറ്റേണാണ് വരുന്നത്. ക്ലോസ് റിവ്യൂവിൽ അത് വ്യക്തമാവും. ഒന്നിലൊരു 6 ആക്ക് പാറ്റേൺ, ഇതിലൊരു ഫ്ലോറൽ ഡിസൈൻസ്, ഒരു ജോമെട്രിക്കൽ പാറ്റേൺ, ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് സാരിയിൽ. ഇതാണ് കേട്ടോ സാരിയുടെ ലോങ്ങർ വ്യൂ. ഇങ്ങനെയാണ് വരിക. ലോങ്ങർ വ്യൂ അല്ല, ഷോർട്ട് വ്യൂ ഇങ്ങനെ വരിക. ലോങ്ങർ വ്യൂവിൽ ഉള്ളതായിരിക്കും കേട്ടോ കറക്റ്റ് കളറ്. നല്ലൊരു ലൈലാക്കാണ് സാരിയുടെ ഷെയ്ഡ്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡറാണ്. എൻ്റയർ ബോഡി സെയിം വി പാറ്റേണിൽ തന്നെ വരുന്നുണ്ട്. മുന്താണി വരുമ്പോൾ സ്വീക്വൻസ് വർക്കാണ് സാരിയുടെ പല്ലുവിൽ വരുന്നത്. അതിലും ഒരു ലൈൻസ് ത്രെഡ് വി ലൈൻസ് പോകുന്നുണ്ട്. അതേ ലൈൻ പാറ്റേണിലാണ് സാരിക്ക് ബ്ലൗസും വരുന്നത്. അടുത്ത സാരി വീണ്ടും വാടാമുല്ല കളറാണ്. പക്ഷേ വാടാമുല്ല ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഡീപ്പ് കളറാട്ടോ വരുന്നത്. ഒരു ബീട്രൂട്ട് ഷെയ്ഡും വാടാമുല്ലയും കൂടി ചേർന്ന് വരുന്നൊരു കളറാണ് സാരിയുടെ കളർ വരുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി സെയിം ടോണിൽ തന്നെയാണ്, പേർഷ്യൻ റോസ് ഷെയ്ഡിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത്. പാറ്റേൺ സെയിം തന്നെ കേട്ടോ. ഒരു 4 ബ്ലോക്സിൻ്റെ ഗ്രിഡാണ് ത്രൂ ഔട്ട് ദ ബോഡിയിലും വരുന്നത്. ഡിഫറെൻറ്റ് വി പാറ്റേൺ ആയിരിക്കും ഓരോ ബ്ലോക്കിലും വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡറാണ് സാരി. റണ്ണിങ് മുന്താണി ആയിരിക്കും വരുന്നത്. വി പാറ്റേൺസ് വന്നിട്ട് അതിൽ സ്വീക്വൻസ് വർക്കാണ് പല്ലു വരുന്നത്. സെയിം സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വൂവൺ പാറ്റേണിലായിരിക്കും ബ്ലൗസ്. അടുത്ത ടസർ സിൽക്കിൻ്റെ കളർ വരുന്നത് ക്ലേ ഗ്രേ ആണ് വരുന്നത്. നമ്മൾ കളിമണ്ണിൻ്റെ കളർ ഉണ്ടല്ലോ, എക്സാക്റ്റ് ആ ഒരു ഷെയ്ഡിലാണ് സാരി വരുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി സെയിം പാറ്റേണിൽ തന്നെയാണ് ത്രെഡ് വ്യൂ ഡിസൈൻസ് വരുന്നത്. സ്ക്വയർ ത്രെഡ് വൂവൺ പാറ്റേൺ ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത് കേട്ടോ. സെയിം ടോണിൽ തന്നെയാണ് വൂവൺ പാറ്റേൺസ് വരുന്നത്. വിത്തൗട്ട് ബോർഡറാണ് സാരി. പല്ലു വരുന്നത് സ്ട്രൈപ്പ് ഡിസൈൻസിൻ്റെ വി പാറ്റേൺസ് വന്നിട്ട് അതിലാണ് സ്വീക്വൻസ് വർക്ക് വരുന്നത്. സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത്. അടുത്ത ടസർ സിൽക്ക് സാരിയുടെ കളർ വരുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ്. കോഫി ബ്രൗണിലും സെയിം ടോണിൽ തന്നെയാണ് ത്രെഡ് വി പാറ്റേൺസ് വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഫുൾ ഒരു ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺസിൻ്റെ ഗ്രിഡാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ഇങ്ങനെ വരിക. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്.
വീവ് പാറ്റേൺസും അതിൽ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വീവ് ഡിസൈനിലാണ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. ഇന്നത്തെ സെമി ഡ്രസ്സ് സിൽക്ക് കളക്ഷൻസിൽ ലാസ്റ്റ് വേണം കേട്ടോ ഇനി വരുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ലാവൻഡർ ആണ്, ഡാർക്ക് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ്. ബോട്ടിലുള്ള സ്റ്റൈലായിരിക്കും സാരി. ത്രൂ ഔട്ട് ദ ബോഡി ബ്ലോക്ക് ഡിസൈനിലുള്ള വീവ് പാറ്റേണിലായിരിക്കും വരുന്നത് സാരി. സെയിം ടോണിൽ തന്നെയാണ് കേട്ടോ വീവ് ഡിസൈൻസ് വരുന്നത്. ലാവൻഡർ ടോണിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നുണ്ട്. റണ്ണിങ് മുന്താണിയാണ്, മുന്താണിയിലും സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബ്ലൗസ്.